ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെച്ചാൽ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് BS6 മോഡൽ ആക്സസ് 125ൻ്റെ റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ വണ്ടിനെ കുറിച്ചിട്ട്. വണ്ടി ഒരു രക്ഷയില്ല, അമ്മാതിരി പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇതിൻ്റെ റൈഡിങ് കംഫേർട്ട്, അതേപോലെ ഇതിൻ്റെ ഫുള്ള് ഫീച്ചേഴ്സും കാര്യങ്ങളും, ഇതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വണ്ടിക്ക് പുതിയതായിട്ട് LED ലാമ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാർക്ക് ലൈറ്റ് തുടങ്ങിയ സംഭവമെല്ലാം വന്നിട്ടുണ്ട്. കിടിലൻ ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സീറ്റ് കവറും. ഇത് ഫുൾ എഡിഷൻ വണ്ടിയാണ്. സീറ്റ് കവറെല്ലാം ഇങ്ങനെ വരുന്നത്. പെട്രോൾ ടാങ്കിൻ്റെ ഇത് ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് പോലെ തന്നെ ഓടിക്കാനും ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീഡോമീറ്ററിൽ ഒരു ലൈറ്റ് ഇൻഡിക്കേഷന് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പൊള്ളി സാധനം, വേറെ ഒന്നും പറയാനില്ല, അമ്മാതിരി സാധനമാണ്. ഇതിൻ്റെ റൈഡിങ്ങിന് ഓടിക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇനി റൗണ്ട് ടൈപ്പ് മിററാണ് വരുന്നത് ഫുൾ എഡിഷന്. ബാക്കി BS6ൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളിലും ഈ വീഡിയോൻ്റെ എൻഡ് വരെ കണ്ടാൽ മതി. അതിൽ ഞാൻ ഫുള്ളായിട്ട് മെൻഷൻ ചെയ്ത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. റൈഡിങ് വീഡിയോയും ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. മൈലേജ് ഏകദേശം 60 കിട്ടുന്നുണ്ട്. 65 പറയുന്നത് കമ്പനി. 60 എങ്ങനെ ഓടിച്ചാലും 60 വരെ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ബാക്കി വണ്ടിയിൽ നിന്ന് ഇത് ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ബാക്കി ഏത് വണ്ടി നമ്മൾ എടുത്താലും വണ്ടി മൂവിങ്ങിന് ഒരു റേസിങ് കാര്യങ്ങളും വരുന്നുണ്ട്, ടൈമിങ് വരുന്നുണ്ട് മൂവ് ആകാൻ വേണ്ടിയിട്ട്. ആക്സസ് 125 പുതിയ എഡിഷൻ BS6ൽ 90 വരെ ഒരു സീനും ഇല്ലാണ്ട് നമ്മൾ ത്രോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കയറിപ്പോകുന്നുണ്ട്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റാർട്ടിങ്ങിലും ഒന്നിലും ഒരു ലാഗില്ല. അമ്മാതിരി സ്മൂത്താണ് വണ്ടി. നമ്മൾ ഗിയറില്ല വണ്ടി എങ്ങനെ എടുക്കുന്നുണ്ടോ അതേപോലെയാണ് വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും കാണിക്കുന്നത്. ഈ മോഡൽ വണ്ടിക്ക് വരുന്നത് ഫുൾ എഡിഷന് വരുന്നത് 90-91 ആ റേഞ്ചാണ്. BS4 ആണെങ്കിൽ ഒരു 6,000-7,000 ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഇപ്പം ഈ 7,000 നമ്മൾ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഫുള്ള് ഈ 8,000 കൊടുക്കുന്നതിനുള്ള എല്ലാവിധ സംഭവങ്ങളും ആക്സസ് 125 ഇവർ പുതിയ സുസുക്കിയുടെ വണ്ടിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്ര പൈസ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ ഓഫ് മണി എന്തായാലും ഈ വണ്ടി ഉണ്ട്. നിങ്ങൾ പിന്നെ ആദ്യം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ ഹൈറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലേ, അവരൊന്ന് ഇരുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് നേരെ റൈഡിങ് കംഫോർട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അല്ലാതെ വണ്ടിയുടെ സ്മൂത്തിലും വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്തുനിന്നും ബാക്കി എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാനില്ല. അമ്മാതിരി പെർഫോമൻസാണ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ കുറ്റി വരുന്നത് 5 കുറ്റിയാണ്, 5 ലിറ്റർ എണ്ണയുടെ കപ്പാസിറ്റി. ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പുതിയതായിട്ട് വരുന്ന വണ്ടിയിൽ ഇപ്പോൾ റിഫ്ലക്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. സൈഡിൽ തന്നെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വന്നൊരു വ്യത്യാസം എന്ന് പറയുമ്പം ഇനി LED ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതും കിടിലം, എന്തോ ഒരു വേറെ തന്നെ ലുക്കിലാണ് അവർ LED ക്രിയേറ്റ് ചെയ്തത്. വണ്ടി എത്ര സമയം ഓണാക്കിയിട്ടാലും ബാറ്ററി ഒരു തരത്തിലും ഡൗൺ ആവില്ല. LED ടൈപ്പ് ലൈറ്റ് വരുന്നത് 2 ഇത് സ്റ്റെപ്പ് കണക്കാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊരു സൈഡ് കണ്ട് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റാണ് അത്. അതിൽ ഇൻഡിക്കേഷനാണ്, അതായത് ഗ്രീന് പിന്നെ 2 ബ്ലൂ ഉണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം എണ്ണ അധികം കത്താത്ത രീതിയിൽ പോകുന്നൊരു ഇതാണ് ഗ്രീൻ ലൈറ്റ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഇഗ്നീഷനിൽ വന്നു കഴിഞ്ഞാൽ കാര്യമായ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമലി ഇല്ല കണക്ക് തന്നെ. ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ സീറ്റ് ഓപ്പൺ, അതേപോലെ തന്നെ ഹാൻഡ് ലോക്ക്, പിന്നെ റൈറ്റിലേക്ക് തിരിച്ചാൽ മീറ്റർ. ഇപ്പോൾ നിങ്ങൾ കാണും. പിന്നെ മെയിനായിട്ട് വന്നത് ഇതിൽ മീറ്ററിൽ
ഫ്യൂവലിൻ്റെ ഇത് വന്നിട്ടുണ്ട്, അത് ഓൾറെഡി ഉള്ളതാണ്, 5 ഇതാ ഉള്ളത്. അപ്പോൾ ഈ ലൈറ്റ് ഒരു രക്ഷയില്ല, അത് രാത്രി ഔട്ട്സ്റ്റാൻഡിങ് എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ് കാണിക്കുന്നത്. പിന്നെ മീറ്ററിൽ വന്നിട്ടില്ല വെച്ചാൽ അനലോഗും ഡിജിറ്റലും വന്നിട്ടുണ്ട്. കാര്യമായിട്ട് പറയുമ്പം അതിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ വന്നിട്ടില്ല വെച്ചാൽ ബാറ്ററിയുടെ വോൾട്ടേജ്, അതേപോലെ തന്നെ പിന്നെ ബ്രൈറ്റ്, നമ്മൾ സൈഡിൽ കാണുന്ന റാ പോലത്തെ ഒരു ലൈറ്റ് ഇല്ലേ, അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് ലോ, ഹൈ, മിഡിൽ, ഒരു മീഡിയം, അങ്ങനെ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടാം, നൈറ്റ് ആണെങ്കിൽ കുറക്കാം, അങ്ങനെ അതിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. പിന്നെ നോർമലിലൊക്കെ കിലോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2 അതാണ് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ചേഞ്ചസ് പറഞ്ഞാൽ BS6 മോഡലിൽ സ്പെഷ്യൽ എഡിഷൻ എല്ലാത്തിലും ഇങ്ങനെ വരുന്നത് തോന്നുന്നു എനിക്ക്, സെൽഫ് വരുന്നത് മുകളിലാണ്, ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ത്രോട്ട് സെൽഫ് അടിക്കുമ്പോൾ റേസ് ആക്കുന്നതുകൊണ്ട് പുതിയ എഡിഷനിൽ വണ്ടി വന്നിട്ടില്ല വെച്ചാൽ ഫുള്ള് സെൻസറാണ്. അപ്പം ഈ ഒരു മെയിൻ വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞത് വെച്ചാൽ റേസ് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് സെൽഫ് മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ എനിക്ക് ഹോൺ സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ബ്രൈറ്റും ഡിമ്മും. പിന്നെ താഴെ ഒരു ലഗേജിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ അടിയിലും ഒരു ലഗേജിൻ്റെ ഒരു കുളത്തും കൊടുത്തിട്ടുണ്ട്. അതൊരു നോർമൽ കണക്ക് എല്ലാ വണ്ടിക്കും ഉള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ സ്പെഷ്യൽ എഡിഷൻ്റെ ഒരു ലോഗോ ഇവർ കൊടുത്തിട്ടുണ്ട്, അതും വളരെ ഭംഗിയായിട്ട് നീറ്റോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരുമ്പം ഇതിൻ്റെ പിന്നൊരു ചേഞ്ചസ് പറഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ബാക്കിലേക്ക് വന്നു, സീറ്റ് പൊന്തിച്ച് ഇതിനെ അടിക്കേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരു ഡീമെറിറ്റ് പറയാൻ വേണ്ടിയിട്ട് പുറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ താക്കോലിടണം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സൈഡിലോട്ട് വരുമ്പം വ്യത്യാസം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഫുൾ സെൻസറാണ് BS6 വണ്ടി, ഫുള്ള് സെൻസറാണ് വണ്ടി. നോർമൽ വർക്ക്ഷോപ്പിലൊന്നും കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റില്ല, അത് ഇതിനെ കുറിച്ച് അറിയുന്ന കുറച്ച് വലിയ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് തന്നെ വണ്ടി ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പണി കിട്ടും നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് സെൻസറാണ്. ഇതിൻ്റെ വണ്ടിനെ കുറിച്ച് പഠിക്കാത്തൊരു മെക്കാനിക്ക് ഇത് ഊരിയിട്ട് പണിത് കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി തന്നെ കിട്ടും. പിന്നെ വന്നിട്ടുള്ളത് വെച്ചാൽ നോർമലി കഴിഞ്ഞ ഇതിലുണ്ടായ എഡിഷനിലുണ്ടായ കണക്ക് തന്നെ ബാറ്ററി ചാർജർ, ഫോൺ ചാർജർ വന്നിട്ടുണ്ട്, 2 ആംപിയറിൻ്റെ. നമ്മുടെ നല്ല സ്പീഡിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യും, അതേപോലെ തന്നെ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഇതും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വന്നിട്ടില്ല വെച്ചാൽ ഇതിപ്പം ഡിസ്ക് ഇല്ലാത്തൊരു മോഡലാണ്. ഡിസ്ക് ഇല്ലാത്തതിന് 90 തന്നെ വരുന്നത്, ഡിസ്ക് ഇല്ലതിന് 91, 92 ആ ഒരു റേഞ്ച് തന്നെ വരുന്നത്. ഒരു 1-2 രൂപ ഡിഫറൻസ് മാത്രമേ സ്പെഷ്യൽ എഡിഷനിൽ വരുന്നുള്ളൂ. പിന്നെ ഇതിന് ഔട്ട്സ്റ്റാൻഡിങ് മിറർ വരുന്നുണ്ട്, അതും അത് ഇതിലില്ല എന്ന് തോന്നുന്നത് സ്പെഷ്യൽ എഡിഷനിൽ. ഒരു സ്റ്റീൽ ടൈപ്പാണ്, പ്ലാസ്റ്റിക് അല്ല. പിന്നെ വരുന്ന റൗണ്ട് ടൈപ്പ് കിടിലം ഫിനിഷിങ്ങിൽ ഒരു ബോർഡർ, ഒരു ബ്ലാക്ക് ബോർഡറോട് കൂടിയിട്ടാണ് അവർ അതിൻ്റെ ഫിനിഷിങ് ചെയ്തത്, അതും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ സീറ്റ് കവറും ഇതിന് ഫിക്സഡ് ആയിട്ട് വരുന്നതാണ്, സൂപ്പറാണ്, അത്രക്കും രക്ഷയില്ലാത്ത സീറ്റ് കവറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, വണ്ടിക്ക് മാച്ചായിട്ടുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ് പറയാൻ ആദ്യം പറഞ്ഞാൽ ഒരു ഡീമെറിറ്റേ ഇല്ലും, ഈ പെട്രോൾ ടാങ്കിൻ്റെ കീ ഇട്ടിട്ട് തുറക്കണമെന്നു ആ ഒരു ഇതേ തുടങ്ങി. അത് അടുത്ത ഒരു അപ്ഡേറ്റിൽ അവർ തിരുത്തുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇതാണ് മെയിനായിട്ട് ഈ വണ്ടിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒന്നാമത് ടാങ്ക് പുറത്തായതുകൊണ്ട് നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ മുകളിൽ ഒന്നും വെക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇതിൻ്റെ സ്പീഡ് പോകുന്നത് കാണാം. വണ്ടി സെൽഫ് അടിക്കുമ്പോൾ ഒരിക്കലും റേസിങ് കൊടുക്കാൻ പാടില്ല. കണക്കിന് കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി ഞാൻ പമ്പര കണക്കിന് വണ്ടിക്ക് കയറി പോകുന്ന സ്പീഡ് നിങ്ങൾക്ക് കാണാം. ഇത്ര സ്പീഡിലാണ് വണ്ടി മൂവ് ആകുന്നത് നിങ്ങൾക്ക് മീറ്റർ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. എത്ര സെക്കൻഡും കൊണ്ടാണ് 80-90 കയറുന്നത്. ഒരു ലാഗും കാര്യങ്ങളും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ലാഗ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. റോഡ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി തിരിക്കുന്നതിനനുസരിച്ച് വണ്ടി കയറും. അത് നമുക്ക് അത് ആക്സസ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട്.
മനസ്സിലായി കാണും. അത്രക്കും പെർഫോമൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കയറിയാണ് ആക്സസ് 125 അതേപോലെ തന്നെ എൻഡോർക്ക് ടി വി എസിൻ്റെ എൻഡോർക്ക് 125 ഇത്ര പെർഫോമൻസ് കാണിക്കുന്നൊരു വണ്ടി ഇപ്പോൾ ഞാൻ ഓടിച്ചതിലില്ലോ. അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. വണ്ടി വേറെ എടുത്തിട്ട് ഇത് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് ഇത് ഫുള്ള് ഓടിച്ച് ഇപ്പോൾ ഒരാഴ്ച എടുത്തിട്ട് എന്നിട്ടാണ് ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും നമ്മൾ ഇടുന്നത്. ഓക്കെ, മൈലേജ് ഏകദേശം 58-60 റേഞ്ച് കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് 65. നമ്മൾ നീറ്റായിട്ട് നോക്കിയാൽ നോർമൽ ഹൈവേ റോട്ടിൽ ഇത്ര മൈലേജ് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. താങ്ക് യു.